നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരവും വിഷ്ണു ഭക്തർ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്നതുമായ പുണ്യദിനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിന്റെ വാതിലുകൾ തന്റെ ഭക്തർക്കായി തുറന്നിടുന്ന ഈ മഹാപുണ്യദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് 7 ജന്മങ്ങളിലെ പാപങ്ങൾ അകറ്റാനും മോക്ഷപ്രാപ്തി ലഭിക്കാനും കാരണമാകുമെന്നാണ് വിശ്വാസം. 2025 വർഷം അവസാനിക്കാൻ പോകുന്ന ഈ വേളയിൽ, അതായത് ഡിസംബർ 30-നോ അതോ 31-നോ എന്നാണ് നാം വ്രതം നോൽക്കേണ്ടത്. വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് ലഭിക്കാവുന്ന പകരമുള്ള വഴികൾ എന്തൊക്കെയാണ്? ഈ ദിവസം ചെയ്യേണ്ട പ്രത്യേക പൂജകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ്? സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം. സ്വർഗവാതിൽ ഏകാദശി 2025 എന്നാണ് വരുന്നത് എന്ന കാര്യത്തിൽ പലർക്കും വലിയ രീതിയിലുള്ള സംശയമുണ്ട്. നമ്മൾ കലണ്ടറുകളിൽ നോക്കുമ്പോൾ ഡിസംബർ 30-നും 31-നും ഏകാദശി തിഥി വരുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ഏത് ദിവസം വ്രതമെടുക്കണം എന്ന ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. ഇതിന്റെ കൃത്യമായ വിവരം പറഞ്ഞു തരാം. ദശമി കലർന്ന ഏകാദശി. ഡിസംബർ 30-ന് വരുന്ന ഏകാദശിയിൽ ദശമി തിഥിയുടെ സാന്നിധ്യമുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരവും ജ്യോതിഷ ശാസ്ത്രമനുസരിച്ചും ദശമി കലർന്ന ഏകാദശിയേക്കാൾ, അതായത് ദ്വാദശി കലർന്ന ഏകാദശിയാണ് വ്രതമനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമം. ഡിസംബർ 31-ന്റെ പ്രാധാന്യം. കേരളത്തിലെ പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങളായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ഡിസംബർ 31-നാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത്. അതിനാൽ ഭക്തർ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഡിസംബർ 31-ന് തന്നെയാകണം. ഏകാദശി തിഥി ഡിസംബർ 30-ന് രാത്രി മുതൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും സൂര്യോദയ സമയത്ത് ഏകാദശി തിഥി നിലനിൽക്കുന്നതും ദ്വാദശിയുമായി ചേർന്ന് വരുന്നതുമായ 31-ാം തീയതിയാണ് വ്രതശുദ്ധിക്ക് അനുയോജ്യം. ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹരിവാസര സമയം. ഇത് 30-ാം തീയതി രാത്രി 10:12-ന് തുടങ്ങി 31-ാം തീയതി പകൽ 10:12 വരെ നീണ്ടു നിൽക്കുന്നു. ഈ സമയം ഭഗവത് നാമജപത്തോടെ ചിലവഴിക്കുന്നത് അതീവ പുണ്യകരമാണ്. ചുരുക്കത്തിൽ 30-ാം തീയതി വ്രതത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി 31-ാം തീയതി പൂർണ്ണമായും വ്രതം അനുഷ്ഠിച്ച് ജനുവരി 1-ാം തീയതി പാരണവീടി വ്രതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ശരിയായ രീതി. ഇനി വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം. തലേ ദിവസം, അതായത് ഡിസംബർ 30-ന് ദശമി ദിവസമായ 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം അരിയാഹാരം ഒഴിവാക്കി വ്രതത്തിനായി തയ്യാറെടുക്കുക. ഏകാദശി ദിവസം, അതായത് ഡിസംബർ 31-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിക്കുക. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രങ്ങൾ ജപിക്കുക. പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് ഗോതമ്പ് ഭക്ഷണമോ പഴവർഗ്ഗമോ ലഘുഭക്ഷണമോ കഴിക്കാം. എന്നാൽ അരിയാഹാരം, ഉഴുന്ന്, പയറുവർഗ്ഗങ്ങൾ, ഉള്ളി, പപ്പടം എന്നിവ കർശനമായും ഒഴിവാക്കണം. ഏകാദശി നാളിൽ തുളസിയില പറിക്കാൻ പാടില്ല. തലേ ദിവസം തന്നെ പൂജയ്ക്കുള്ളവ പറിച്ചു വെക്കണം. തുളസിത്തറയിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. എല്ലാവർക്കും ഒരുപോലെ ഉപവസിക്കുവാനോ കഠിനമായ വ്രതചര്യകൾ പാലിക്കുവാനോ കഴിഞ്ഞെന്നു വരുന്നില്ല. എങ്കിലും ഭക്തിയോടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ വ്രതമെടുത്തതിന് തുല്യമായ ഫല സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. പൂർണ്ണ ഉപവാസം സാധ്യമല്ലെങ്കിലും ആ ദിവസം അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. പകരം ഗോതമ്പ് ഭക്ഷണമോ ചക്കപ്പഴം പോലുള്ള പഴങ്ങളോ കരിക്കിൻ വെള്ളമോ കഴിക്കാം. അരിയാഹാരം ഉപേക്ഷിക്കുന്നത് തന്നെ ഏകാദശിയിലെ വലിയൊരു സമർപ്പണമാണ്. ഇനി നാമജപം. വ്രതം ശരീരത്തിനേക്കാൾ മനസ്സിനാണ് വേണ്ടത്. ജോലി സ്ഥലത്തോ വീട്ടിലോ എവിടെയാണെങ്കിലും മനസ്സിനുള്ളിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. സമയം കിട്ടുമ്പോൾ വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തര ശതനാമാവലി എന്നിവ ഭക്തിയോടെ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുക. ഡിസംബർ 30, 31 തീയതികളിൽ വൈകുന്നേരം വീട്ടിൽ സന്ധ്യാദീപം തെളിയിച്ച ശേഷം ഭഗവാന്റെ മുന്നിൽ ഒരു കദളിപ്പഴമോ കുറച്ചു പാലോ നേദിക്കുക. ഈ 2 ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ പുലർച്ചെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വ്രതശുദ്ധി നൽകും. ഏകാദശി ദിവസം പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ ഭക്ഷണം നൽകുന്നത് ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യമാണ്. നേരിട്ട് വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് ഈ ദാനത്തിലൂടെ വലിയ പുണ്യം ലഭിക്കുന്നതാണ്.
ഇനിയും വ്രതം എടുക്കുന്നില്ലെങ്കിലും ആ ദിവസം പകലുറക്കം ഒഴിവാക്കുക. അതുപോലെ തന്നെ മദ്യപാനം, മാംസാഹാരം, കടുപ്പമേറിയ വാക്കുകൾ എന്നിവ പൂർണ്ണമായും ഉപേക്ഷിച്ച് സ്വാത്വികമായ ജീവിതം നയിക്കുക. വീട്ടിൽ വ്രതമെടുക്കാൻ പറ്റാത്തവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോയി ഭഗവാനെ കണ്ടു തൊഴുത് സ്വർഗവാതിൽ കടന്നു വരുന്നത് വ്രതത്തിന്റെ പൂർണ്ണത നൽകാൻ സഹായിക്കും. അപ്പോൾ വരാനിരിക്കുന്ന ഈ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചും അതിന്റെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഡിസംബർ 31 ഭക്തിയോടെ വ്രതം അനുഷ്ഠിക്കുവാനും ഭഗവാന്റെ വൈകുണ്ഠവാതിൽ തുറക്കപ്പെടുന്ന ആ പുണ്യനിമിഷത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ശാരീരികമായ പട്ടിണിയേക്കാൾ ഭഗവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയും ഭക്തിയുമാണ്. അതിനാൽ വ്രതമെടുക്കുന്നവരും അല്ലാത്തവരും ഒരുപോലെ നാരായണ നാമജപത്തോടെ ഈ ദിനം ചെലവഴിക്കുവാൻ ശ്രമിക്കുക. ഈ പുണ്യദിനം ഏവർക്കും സമാധാനവും ഐശ്വര്യവും ആത്മീയവുമായ ഉന്നതിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.